ഹായ് കൂട്ടുകാർ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടിയിലാട്ടോ. നടിയിലെന്ന് പറഞ്ഞാൽ കുറേ ചെടികൾ, പൂച്ചെടികളുണ്ട്, ഇലച്ചെടികളുണ്ട്. ഇന്ന് ഞാൻ നടാൻ പോകുന്നത് ഇൻഡോർ ചെടികളാണ്. ഇൻഡോർ ചെടികൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പം മഴക്കാലമാണല്ലോ, എൻ്റെ തോട്ടം നിറച്ച് പടർന്ന് പന്തലിച്ച് നടക്കുന്നത് കുറേ ഉണ്ട് ഇൻഡോർ ചെടികൾ. അതെല്ലാം ഞാൻ പറിച്ചെടുത്ത് മനോഹരമായ രൂപത്തിലാക്കി ആയിട്ട് ഞാൻ ഇൻഡോർ ചെടി വെക്കാൻ പോകുക കേട്ടോ. എന്നാൽ നിങ്ങളെ വീട്ടിലും തോട്ടത്തിലൊക്കെ ഉണ്ടാവും. അത് നോക്കി ഞാൻ പറിക്കുന്നതും ഞാൻ വെക്കുന്നതും എങ്ങനെയെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടോ. എന്നാൽ വരി, ഇതാണ് ഞാൻ പറഞ്ഞ ചെടി. ഇതെന്ത് ഭംഗിയുണ്ടാകുന്ന അറിയാം. നമുക്ക് അകത്ത് കൊണ്ടുപോയി വെച്ചാൽ. ഇതിൻ്റെ പേരാണ് വാണ്ടറിങ് ജൂ. ഇത് തോട്ടത്തിൽ നിറഞ്ഞ് കിടക്കുന്നത്. കയറി കയറി ഇവിടെയൊക്കെ എത്തീന്. നമ്മളിതിങ്ങനെ വലിച്ചെടുക്കുക തണ്ടോട് കൂടെ. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരും പറയും ഗ്ലൗസ് ഇട്ടിയില്ല, തോട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഞാൻ നോക്കുന്നുണ്ട്. ഞാനെല്ലാം എടുത്ത് മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടോ. ഇനിയാണ് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇതേ വലിപ്പത്തിൽ ഇങ്ങനെ എടുക്കുക. ഇതിൻ്റെ ഈ അറ്റം, ഈ ഭംഗിയുള്ള ഭാഗമാണ് വേണ്ടത്. ബാക്കിയുള്ള ഭാഗം നമുക്ക് വേണമെന്നില്ല, ഒക്കെ വെട്ടിക്കളയണം. അത് പിന്നെ ഇതിന് ഭയങ്കര വേര് വരുത്താ. വളർച്ച കുറച്ച് കൂടുതലാണ്. നിലത്തേക്കങ്ങ് ഇട്ട് കൊടുത്താൽ കണ്ടോ, അതിന് വേര് വന്ന് ഒരേ വലിപ്പത്തിൽ. അങ്ങനെ ഞാൻ നല്ല ആ തളിരില്ലേ, ആ തളിരിൻ്റെ അടിഭാഗം നീളത്തിലുള്ളതൊക്കെ ഇല പോക്കി ഇങ്ങനെ നീളത്തിൽ കെട്ടി ഇതാ കണ്ടോ, ഇങ്ങനെ അങ്ങ് നിൽക്കും. ഇപ്പം നമ്മളെ തോട്ടത്തിൽ ഇതെങ്ങനെ നിന്നിരുന്നു. ഇപ്പം നോക്ക്, ഇങ്ങനെ ഒരു പിടുത്തത്തിൽ തന്നെ എന്തൊരു ഭംഗിയില്ലേ. ഇനി നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്നറിയോ? കയറെടുത്തിട്ട് ഒന്ന് കെട്ടണം. ഞാനിതിന് ഉപയോഗിക്കുന്നത് ചാക്കുന്നൂല. ഒന്നിങ്ങനെ കെട്ടിയാൽ മതി. അധികം ആ ഫീറ്റിൽ കെട്ടരുത്, കുറച്ച് ലൂസ് വേണം. അങ്ങനെ ലൂസ് ഉണ്ടായി കെട്ടിയാൽ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങനെ നിന്ന് കിട്ടിയാൽ മതി. ഇനി വേറൊരു സൂത്രമുണ്ട്, അതുകൊണ്ട് അത് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് കെട്ടുന്നത്. ഇതിൽ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ. നമ്മളെടുത്ത് കത്രിക അങ്ങനെ എല്ലാ ആയുധങ്ങളും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വേണം കേട്ടോ. പണിയായുധം, എൻ്റെ പണിയായുധം പൊട്ടിപ്പോയി. നോക്ക്, ഇപ്പം തന്നെ നല്ല ഭംഗിയായില്ലേ. ഇനി നമുക്ക് വേണ്ടത് ഒരു പൈപ്പാണ്. നോക്ക്, നല്ല ഭംഗിയില്ലേ. ഇനി അതിന് വേണ്ടിയിട്ട് ഞാനൊരു PVC പൈപ്പ് എടുത്ത് മുറിച്ച് കൊണ്ടുവന്ന്. പൈപ്പൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ. ഇതാ അടിപൊളി ഒരു പൈപ്പ്. ഇനി ഈ പൈപ്പിലേക്ക് നമ്മൾ മെല്ലെ അങ്ങ് ഇറക്കുക. പൈപ്പ് എത്ര വണ്ണുണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതി. എന്നാൽ പിന്നെ പ്രശ്നങ്ങൾ തീർന്ന്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും കുത്തി നിറക്കാം. ഞാൻ കെട്ടിയത് കൊണ്ട് ഞാൻ ആ കെട്ടയക്കാണ്ടങ്ങ് ഇറക്കുക. എന്താ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാ ഇനി അടുത്ത പരിപാടി കാണിച്ചു തരാം. ഇനി ഇതെന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. ഒരു പോട്ട് എടുത്ത് ഹോൾസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും പോട്ട് മതി. ഇനി പോട്ടിലേക്ക് എന്താ ഇതെൻ്റെ കരിയില കമ്പോസ്റ്റും എല്ലാം കൂടെ ചേർത്തതാട്ടോ. ഇത് നീ എന്ത് ചെയ്യുന്നറിയോ? അതാ ഇങ്ങനെ അങ്ങ് വെക്കും. ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് നിറച്ച് മണ്ണിടട്ടെ കേട്ടോ. മണ്ണിട്ട് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ വേര് ഇറങ്ങുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? കുറേ വേരിങ്ങോട്ട് ഇറങ്ങണമെങ്കിൽ ഇങ്ങോട്ടും ഇട്ടാം. കുറേ നീളത്ത് ഉണ്ടെങ്കിൽ ഒന്നും കൂടി എളുപ്പമാണ്. നീളം ഉണ്ടാകുമ്പോൾ എൻ്റെ പോട്ട് ചെറുതാണ്, അതുകൊണ്ട്
ഇതെങ്ങനാലും വേര് വരും. നമ്മളങ്ങനെ ഓമനിച്ച് വളർത്തിയൊന്നും വേണ്ട. ഞാൻ കുറച്ചങ്ങോട്ട് ഇങ്ങനെ ഇട്ട്, ഇത് സാധാ മണ്ണല്ല കേട്ടല്ലോ, കരിയില മണ്ണല്ല, പറയുന്നതൊക്കെ തെറ്റി പോകുന്നുണ്ട്. കരിയില കമ്പോസ്റ്റ് പിന്നെ മണ്ണ് എല്ലാം കൂടെ ചേർത്തതാ. പിന്നെ കുറേ കരിയിലുണ്ട്. കല്ലൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റണം. ഞാൻ ഇത് ഗ്ലൗസ് ഇട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ ഗ്ലൗസ് ഇടണേ പണിയെടുക്കുമ്പോൾ. എൻ്റേത് കണ്ട് അതുപോലെ ഉണ്ടാക്കുന്നവരുണ്ടല്ലോ. ഇൻഡോർ രസമാണ്. എനിക്ക് ആദ്യമല്ലേ ഇൻഡോർ എന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യമല്ലായിരുന്നു. അങ്ങനെ ഞാനൊരു വീട്ടിൽ പോയപ്പോൾ അവിടെ ഞാൻ ഇൻഡോർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ. അങ്ങനെ ഞാൻ എന്താക്കിയെന്നറിയോ, ഇവിടെ വന്ന് എനിക്കങ്ങനെ വേഗം മനം മാറും. എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇൻഡോർ കുറേ നട്ട്. ഇത്ര മതി. ഇനി ആ വേരില്ലേ അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇതിലൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് പരക്കും. താഴോട്ട് വേരിറങ്ങിയിട്ട് ഞാനത് നിറച്ചിട്ടാട്ടെ. ഇത് കരിയില കമ്പോസ്റ്റ് ആയിട്ടേ ഈ മഴയത്ത് മണ്ണ് കളിക്കുന്ന, അത് ഗ്ലൗസ് ഇടാണ്ട് ഭയങ്കര തണുപ്പും. പോട്ടിൽ ഇതാ പൈപ്പിട്ട് വാണ്ടർ ഇഞ്ചു നല്ല അടിപൊളിയായിട്ട്. ഇനി കുറച്ച് നിവർന്ന് നിൽക്കാനുണ്ട്. ഇത് പറിച്ചു കൊണ്ടുവന്ന ഒരു ക്ഷീണവർക്കുണ്ട്. ഇതാ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയായില്ലേ? ഇനി നമുക്ക് വെള്ളപ്പോട്ടിൽ ഇറക്കി വെച്ചാലോ? വെള്ളപ്പോട്ടിൽ ഇറക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? കൈ എപ്പോൾ നല്ല വൃത്തി വേണം. ഇങ്ങനെ വെള്ളപ്പോട്ടുമ്പോൾ കളിക്കുമ്പോൾ അത് കുറച്ച് ഇങ്ങനെ. എന്നിട്ട് നമ്മൾക്ക് അതിൽ കുറച്ച് കല്ലിടാം. കല്ലിടുമ്പോഴാണ് ഒന്നും കൂടി ഭംഗി വരിക. ഈ കല്ലിന് എനിക്ക് കുറഞ്ഞ വിലയായുള്ളൂ കേട്ടോ, പൈസ കൊടുത്ത് വാങ്ങിയതാണ്. നമുക്ക് ഇൻഡോർ ആണല്ലോ, ഇൻഡോറിന് അതിൻ്റേതായ പവർ കാണിക്കണം. മുറ്റത്താണെങ്കിൽ നമുക്ക് സിമൻറ്റ് ചാക്കും ഒക്കെ ആയിരുന്നു. കുറേ കാലം ഞാൻ സിമൻറ്റ് ചാക്കുമല്ല ജീവിച്ച്. പിന്നെ കുറച്ചൊരു മാറ്റമൊക്കെ വന്നത്. നമ്മൾ ഓരോന്നോരോന്ന് കാണുമ്പോൾ ഒക്കെ മാറുമല്ലോ. ഇങ്ങനെ കല്ലിട്ട് അങ്ങനെ എന്നോട് പറയൂ, കല്ല് ഇങ്ങനെ ഡയറക്റ്റായിട്ട് മണ്ണിലിടൂര, പിന്നെ എന്തെങ്കിലുമൊക്കെ വിരിച്ചിട്ട് ഇടുന്നു എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഈ കല്ലില്ലേ നമുക്ക് അതിന് പെറുക്കി ആവശ്യം കഴിഞ്ഞ് പെറുക്കിയെടുത്ത് കഴുകിയാൽ പുതിയതുപോലെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും വിരിക്കണ്ടെന്ന്. നമുക്ക് ഇടയ്ക്ക് നനയ്ക്കുകയൊക്കെ വേണമല്ലോ. എന്താ അടിപൊളിയായോ? എന്താ ഇതാണ് എൻ്റെ. ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് കെട്ടണം അല്ലേ? ഇത് അഭിപ്രായം പറയണേ. എന്താ അത് നിന്ന് എൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇവരെ ഞാൻ രാജാവാക്കി മാറ്റി. ഇവർ എൻ്റെ അകത്ത് രാജാവും രാജ്ഞിയൊക്കെ ആയി ജീവിക്കും. ഒന്നും ഇങ്ങോട്ട് പോന്നു പോയിട്ടോ. കുറേ എടുക്കുമ്പോൾ കുറേ പണികളുണ്ട്. ഇതാ ഇനി വേറൊരു ഇലച്ചെടി കേട്ടോ. ഇത് കണ്ടോ, വാണ്ടറിൻ ജൂ. ഇതിൻ്റെ പേര് എനിക്ക് അത്ര ക്ലിയർ അല്ല. ഇത് ഞാൻ തോട്ടത്തിൽ നിന്നൊക്കെ പറിച്ചെടുത്ത് കൊണ്ടുവന്നതാ. എന്താ ഇവിടെ വെച്ചതാ. ഇത് പിന്നെ വെയിൽ കൊണ്ട് അതിൻ്റെ കളറ് മാറുക. ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ കുറച്ച് ഇതൊക്കെ മഴയത്ത് സൂപ്പറായിട്ട് ഉണ്ടാകുന്നതാണ്. മഴ ഇങ്ങോട്ട് കൊണ്ടാൽ ചെടി കഴുകിയ പോലെയാവും, നല്ലൊരു ഭംഗിയും വരും. ഇനി ഇതുവരെ മഴയും കൊള്ളൂര വെയിലും കൊള്ളൂര വരെ ഞാൻ പിടിച്ച് കൊണ്ടുവന്ന് വീടിൻ്റെ അകത്തേക്ക് മാറ്റി. ഒരു പ്രത്യേക ഭംഗി അതിൻ്റെ ഒന്ന് മെറൂൺ കളറും, അത് വെയിൽ കൊണ്ടാൽ വേറൊരു കളറായിട്ട് വരും കേട്ടോ. ഇങ്ങനെ ചെയ്തു. ഇത്ര മതി.
ഒന്ന് അമർത്തിയിട്ട് ഇനി ഞാനൊന്നും ചെയ്യൂലല്ലോ. ഇനി ഞാൻ അകത്തേക്ക് മാറ്റാൻ പോവുകയല്ല പോട്ട്. അപ്പോൾ ഇനി മണ്ണ് മാറ്റുന്ന പരിപാടിയൊന്നും നമ്മൾ ശരിക്ക് ഇൻഡോർ പോട്ട് നമുക്ക് ഹോൾസ് ഇടണമെന്നില്ല. കുറച്ച് ഒരു സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാ ഇത് റെഡിയായി കഴിഞ്ഞു. ഇതാ ഇത് വേറൊരു ചെടി ഇൻഡോർ. ഇതൊന്നും ഇങ്ങനെ അങ്ങ് കെട്ടണം അല്ലേ. ഇതൊക്കെ എടുത്ത് മാറ്റട്ടെ. ഇനി നമുക്ക് കുട്ടപ്പനാക്കുക. ഇതെല്ലാം എടുത്ത് മാറ്റട്ടെ. ഇനി പണിയെടുക്കുന്നിടത്ത് കൈ കഴുകണം, അല്ലാണ്ട് ആ പണിക്ക് പറ്റൂല. ഈ ചെടിക്ക് ഈ കളറായതുകൊണ്ട് ഞാൻ വെള്ള പോട്ട് സെലക്ട് ചെയ്തു കേട്ടോ. ഇതിന് പച്ചല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ചുവന്ന പോട്ട്. അഭിപ്രായം പറയണേ ഏതാ നല്ലത് എന്നൊക്കെ ഉള്ളത്. ഞാൻ അങ്ങോട്ട് ഇറക്കി വെച്ചു. ഒക്കെ തുടച്ച് മിനുക്കണം. ഇതിനിങ്ങനെ എങ്ങനെ മലർന്നോളൂ. ഇതൊക്കെ ഇതിപ്പോൾ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത് കാര്യമല്ല. എങ്ങനെ മലർക്കും ഇങ്ങനെ. ഇനി നമുക്ക് അതിനും നമ്മൾ അലങ്കാര കല്ലിടാം. ഇത് ഞാൻ ഒരിക്കലും ഉപയോഗിച്ച കല്ലാണ്. ഞാൻ അത് ഒഴിവാക്കിയപ്പോൾ അത് കഴുകി ഇങ്ങോട്ട് എടുത്തതാണ് ഞാൻ. നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. ഒരു കളർ മാറ്റം ഒന്നുമില്ല. മണ്ണ് കാണുകയില്ല. എങ്ങനെയുണ്ട് ഇതിൻ്റെ? അടിപൊളിയാണെങ്കിൽ പറയണേ. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഏതാ ഇഷ്ടപ്പെട്ടത്? അതാണ് ഇതാണ് എന്നൊക്കെ ഉള്ളത് പറയണം. എന്നെ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ ഇങ്ങനെ ഉഷാറാക്കിച്ചത് നിങ്ങളാണ്. കാരണം ഞാൻ സിമൻറ്റ് ചാക്കിലിരുന്നു നടൽ. അപ്പോൾ ഒക്കെ ഒന്ന് മാറ്റം വരുത്തണം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പോട്ടൊക്കെ പൈസ കൊടുത്ത് വാങ്ങി. ഇൻ്റെതൊക്കെ നിസ്സാരമായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് 2 ഇൻഡോർ പ്ലാന്റ് എനിക്ക് റെഡിയായി കഴിഞ്ഞു. കുറേ കല്ല് നിന്നോട്ടെ, നമുക്ക് ആവശ്യം വരുമ്പോട്ട് എടുക്കുക. ഒരലങ്കാരമല്ലേ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഒന്ന് ഇതും ഒന്ന് അതും. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. ഞാനിത് കൊണ്ടുവെക്കട്ടെ. അതാണോ ഇതാണോ ഏതിനാണ് ഈ പോട്ട്, ഈ കളറ് അതിനാണോ വേണ്ടതെന്നൊക്കെ പറയണം. അങ്ങനെ ഞാൻ എൻ്റെ അകത്ത് വെക്കാൻ പോവുക കേട്ടോ. പുറത്തുനിന്ന് എന്തൊരു ഭംഗി. എനിക്കെന്നെ ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറയണം കേട്ടോ. ഇത് ഞാൻ അകത്ത് വെക്കട്ടെ. ഇവിടെ നിൽക്കട്ടെ അല്ലേ. ഇവിടെ അവിടെ നിൽക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇതാ ഞാൻ അകത്ത് വെക്കട്ടെ. മഴയാണ്, നല്ല ശ്രദ്ധ നമുക്ക് വേണം. കാലിൻ്റെ അടി ചളിയാവും. ഇതിപ്പോൾ എവിടെ വെക്കാൻ നല്ലതെന്ന് ഞാൻ നോക്കുന്നത്. ഇതവിടെ വെക്കാം. ഇവിടെ അങ്ങനെ 2ആണ്. ഞാൻ എൻ്റെ വീട്ടിലുള്ള കുറച്ച് ഉള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്ക്. ഇതെന്തൊരു ഭംഗിയാന്നറിയോ. ഇൻഡോർ പ്ലാന്റിന് പ്രത്യേക രസമല്ലേ വെള്ളപ്പോട്ടിലായിട്ട്. ഇനി ഇത് ചുവന്നതിന് എന്താ ഈ മഞ്ഞപ്പൂ. അതുപോലെ തന്നെ ഇവിടെ നോക്ക്, മഞ്ഞ അല്ല ഈ ചുവന്ന പോട്ട് എടുത്തതാ അതിന്. ഇനി ഇവിടെ ഇതാണ് എന്നെ വല്ലാണ്ട് ഇഷ്ടപ്പെടും. നോക്ക് ഇതിൻ്റെയൊക്കെ ഒരു കളറ് നോക്ക്, എന്ത് രസാലേ. അതിന് ഞാൻ വെള്ള പൊട്ട് വെച്ചു. ഇതിപ്പം ഉണ്ടാക്കിയത് ഇതാ, ഇത് സ്പൈഡർ. ഇതിന് ഞാൻ കല്ലൊക്കെ വെച്ച് അലങ്കരിച്ചതാണ്. ആയി വരുന്നുണ്ട്, ഇങ്ങനെ മലർക്കാൻ തുടങ്ങി. ഇതാവുന്നു. ഇത് ഞാൻ കയറി വരുന്നോടത്ത് വെച്ചത്. ഇത് ഞാൻ ഇതിലേക്ക് നടുമ്പോൾ ഇത്രയൊന്നും ഭംഗിയില്ലായിരുന്നു കേട്ടോ. ഇത് വെയിലൊന്നും തട്ടാതെ ആവശ്യത്തിന് കുറച്ച് പ്രകാശത്തിലേക്ക് വെയിലല്ലേ കിട്ടുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ ഒരു കളറും ഭംഗിയും നോക്ക്. ഇൻഡോർ പോട്ടിൽ ഇതൊക്കെ രാജാക്കന്മാരാട്ടോ. അടിപൊളി. ഇതെൻ്റെ സർപ്പപ്പോള. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ. ഞാൻ ഇൻഡോർ പ്ലാന്റ് റെഡിയാക്കി വെച്ചത്. ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് വായു ശുദ്ധീകരിക്കുകയും ചെയ്യും വീട് മൊത്തം. പിന്നെ നമുക്കാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയാണ്, വീടിനൊരഴകാണ്. ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് തോട്ടത്തിലൊക്കെ പറഞ്ഞെങ്കിൽ കണ്ടല്ലോ.
അപ്പോൾ എൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ എല്ലാവരും. അസ്സലാമു അലൈക്കും.